വസന്ത, രാജ്യത്തിനേറ്റ ഒരു വലിയ മുറിവാണ്. ഇതിനൊരു തിരിച്ചടി കൂടിയേ തീരൂ. ഔദ്യോഗിക വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് പുരോഗമിക്കുന്നത് അന്വേഷണവും തിരിച്ചടിക്കാനുള്ള നടപടിക്രമങ്ങളും ഒക്കെ? അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി എപ്പോൾ കശ്മീരിലെത്തും? ഇന്ന് വൈകിട്ട് 6 മണിക്കാണ് സുരക്ഷാ കാര്യങ്ങൾക്കുള്ള മന്ത്രിസഭാ ഉപസമിതി ചേരുന്നത്. രാവിലെ ചേരാനിരുന്ന യോഗമാണ് വൈകിട്ടത്തേക്ക് മാറ്റിയിരിക്കുന്നത്. ആഭ്യന്തരമന്ത്രി അമിത്ഷാ കാശ്മീരിലെ സ്ഥിതിഗതികൾ വിലയിരുത്തി ആ വിവരം കൂടി ചേർത്തുകൊണ്ടുള്ളതായിരിക്കും വൈകിട്ട് ചേരുന്ന സുരക്ഷാ കാര്യങ്ങൾക്കുള്ള ഉപസമിതി എന്നുള്ളത്. ഈ പഹൽഗാമിലെ ആക്രമണത്തിന് തിരിച്ചടി വേണമെന്നുള്ളൊരു ആവശ്യം സർക്കാരിന് മുന്നിൽ വളരെ ശക്തമായി തന്നെ ഉണ്ട്. കനത്ത സമ്മർദ്ദവും ഈ വിഷയത്തിൽ പൊതുസമൂഹത്തിനിടയിൽ നിന്നും സർക്കാരിന് മേലുണ്ട് എന്നുള്ള വസ്തുത പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇന്നത്തെ യോഗം നടക്കുക എന്നുള്ളതും മറ്റൊരു വിഷയം. പക്ഷേ അപ്പോഴും ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. സൈനിക നടപടി തന്നെയായിരിക്കുമോ, അല്ലെങ്കിൽ ഒരു സർജിക്കൽ സ്ട്രൈക്ക് പോലെ ഒരു മിന്നൽ ആക്രമണം, ഒരു ലിമിറ്റഡ് ഏരിയ, ഒരു ചെറിയ സ്ഥലങ്ങൾ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു തിരിച്ചടിയായിരിക്കുമോ തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വലിയ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ ഏതായിരുന്നാലും ഒരു രാഷ്ട്രീയ നയ തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഈ വിഷയത്തിൽ വരേണ്ടത്. അത് എങ്ങനെ വേണം എന്നുള്ള കാര്യത്തിൽ ഇന്ന് പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ തീരുമാനമാകും. പക്ഷേ ഇതിൽ സാധാരണയായി ഒരു ആദ്യ പടി എന്നുള്ള തലത്തിൽ നയതന്ത്ര തലത്തിൽ തന്നെയായിരിക്കും ഇതിൻ്റെ ആദ്യത്തെ നടപടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് വരിക എന്നുള്ള സൂചനയാണുള്ളത്. പാകിസ്ഥാനുമായിട്ടുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ചർച്ച പോകാനുള്ള ഒരു സാധ്യതയാണുള്ളത്. ഇസ്ലാമാബാദിലെ ഇന്ത്യയുടെ ഹൈക്കമ്മീഷനിൽ നിന്നും നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിൻവലിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ പരിഗണനയിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു വിവരം. അതോടൊപ്പം തന്നെ ഈ സിന്ധു നദീജല കരാറിൽ നിന്നും പിന്മാറുന്നതടക്കമുള്ള കാര്യങ്ങളും ഇന്ത്യ ആലോചിക്കും. നിരവധി യുദ്ധങ്ങൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ നടന്നപ്പോഴൊക്കെ തന്നെ ഈ നദീജലവുമായി ബന്ധപ്പെട്ട ഈ കരാറിന്മേൽ യാതൊരു ഇടപെടലും ഇരുഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇന്ത്യ ഇപ്പോൾ അക്കാര്യത്തിൽ പോലും വളരെ ശക്തമായ ചില നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. മറ്റൊന്ന്, സിഖ് തീർത്ഥാടകർക്ക് വേണ്ടിയുള്ള കർത്താർപൂർ ഇടനാഴി അടയ്ക്കുന്നതടക്കമുള്ള കാര്യങ്ങളും ഇന്ത്യ പരിഗണിച്ചേക്കും എന്നുള്ളതാണ്. വ്യാപാര രംഗത്തും പാകിസ്ഥാനുമായിട്ടുള്ള വ്യാപാര രംഗത്തും കടുത്ത നിയന്ത്രണങ്ങൾ ചിലപ്പോൾ ഏർപ്പെടുത്താനുള്ളൊരു സാധ്യതയും ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട്. ഏതായാലും ഇന്ന് വൈകിട്ടുള്ള യോഗത്തിൽ ഒരു ഗ്രേഡഡ് ആയിട്ടുള്ള റെസ്പോൺസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു പ്രതികരണമായിരിക്കും വരുന്നത്. ഒരു ഘട്ടമായിട്ടുള്ള പ്രതികരണത്തിൻ്റെ ഒരു ആദ്യ പടി എന്നുള്ളതായിരിക്കും ഉണ്ടാവുക എന്നുള്ളൊരു സൂചനയാണുള്ളത്. കാരണം നേരത്തെ ഊറിയിൽ സൈനിക ക്യാമ്പിന് നേരെ നടന്ന ആക്രമണത്തിൻ്റെ സമയത്തും പുൽവാമയിലുണ്ടായ സൈനികർക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെ സമയത്തുമൊക്കെ ഇന്ത്യ വളരെ കരുതലോടെ തന്നെയാണ് പ്രതികരിച്ചത്. വളരെ ദിവസങ്ങളെടുത്ത് ആലോചിച്ച് അതിൻ്റെ മറ്റ് നടപടിക്രമങ്ങളൊക്കെ പരിശോധിച്ച ശേഷം തന്നെയാണ് ഇന്ത്യ ഒരു നടപടിയിലേക്ക് പോയത് എന്നുള്ളത് നമ്മൾ കാണണം. പക്ഷേ അതിനു മുമ്പ് നയതന്ത്ര തലത്തിലുള്ള ഇടപെടലുകൾ, അല്ലെങ്കിൽ ആ ഒരു തിരിച്ചടി നൽകിക്കൊണ്ടുള്ള നീക്കങ്ങളാണ് തുടക്കമിട്ടത്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ ഈ വിഷയത്തിൽ ലോകരാജ്യങ്ങളുടെ പിന്തുണ ഇന്ത്യക്കുണ്ട് എന്നുള്ളത് ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും ഏത് തരത്തിലായിരിക്കും ഇന്ത്യയുടെ പ്രതികരണം എന്നുള്ളതും ലോകരാഷ്ട്രങ്ങളും നോക്കിക്കാണുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു ജനാധിപത്യ രാഷ്ട്രമെന്നുള്ള നിലയ്ക്ക് ഇന്ത്യയുടെ പ്രതികരണത്തിന് പരിമിതികളുണ്ട്. അപ്പോൾ ഇവയെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെയായിരിക്കും ഇന്ത്യയുടെ തിരിച്ചടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുക. ഇന്ന് വൈകിട്ടാണ് 6 മണിക്കാണ് യോഗം വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്നലെ രാത്രി പഹൽഗാമിലെത്തിയ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവിടെ സുരക്ഷാ കാര്യങ്ങൾ വിലയിരുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള, ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ, സേനാ മേധാവികൾ, അതോടൊപ്പം തന്നെ ഇൻ്റലിജൻസ് ഉദ്യോഗസ്ഥർ എല്ലാവരുമായും അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇന്ന് രാവിലെ കൊല്ലപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചു. അവരുടെ ബന്ധുക്കളുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. സംഭവം നടന്ന സ്ഥലവും പഹൽഗാമിലെ ബൈസാരൻ താഴ്വരയും അദ്ദേഹം സന്ദർശിച്ച ശേഷമാണ് അദ്ദേഹം മടങ്ങി വരുന്നത്.